ഇതുപോലൊരു മോശം പെമ്പിള്ളേര് വഴിയിലായിട്ട് 24 മണിക്കൂർ. ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കുറച്ച് കമൻറ്റ് ഉണ്ട്. ആ കമൻറ്റ് കണ്ടപ്പം 2-3 കാര്യങ്ങൾ പറയണമെന്ന് എനിക്കൊന്ന്. ഇപ്പോൾ ഒരു 3 മാസമേ ഉള്ളൂ ഈ ഫാമിലി, ഈ വീഡിയോയിൽ കാണുന്ന ഫാമിലി ഈ താറിൻ്റെ പുതിയ വാഹനം എടുത്തിട്ട് 10-20 ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ്. ടാക്സ് ഒക്കെ കഴിയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ പോകും. അങ്ങനെ ഒരു വാഹനം എടുത്തിട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ രാത്രി ഫാമിലിയായിട്ട് ക്ലിഫിൽ ചെല്ലുന്നു. ക്ലിഫിൽ ചെന്നിട്ട് രാത്രി 8:30 ആകുമ്പോഴത്തേന് വണ്ടി എടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്. സ്വാഭാവികമായിട്ടും വാഹനമാണ് ബ്രേക്ക് ഡൗൺ ആവാൻ സാധ്യതയ്ക്ക്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള സർവീസ് സെൻ്ററിൽ നിന്നും. സർവീസ് സെൻ്റർ എന്ന കാര്യം പറയാൻ നേരത്തെ നമ്മളൊരു വാഹനം എടുക്കാൻ പോകാൻ നേരത്ത് സെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര സ്നേഹമായിരിക്കും. നമുക്കൊരു കാപ്പി തരും, കേക്ക് തരും, അല്ലെന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒക്കെ തന്ന് നമ്മളെ സ്നേഹിച്ചങ്ങ് ഇരുത്തിക്കളെ. അതിനുശേഷം ഒരു വാഹനം എടുത്തിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റുമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരുടെ കാലെ പിടിച്ച് നടക്കേണ്ടി വരും. അതേസമയം തന്നെ നമ്മൾ വാഹനം എടുക്കാൻ നേരത്ത് പലതരത്തിലുള്ള ഈ RS അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേയ്മെൻറ്റുകളും എപ്പോൾ സാറേ എവിടെ വെച്ച് എന്ത് പറ്റിയാലും ഞങ്ങൾ ഓടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എക്സ്ട്രാ സാധനങ്ങൾ നമ്മുടെ പേയ്മെൻറ്റ് കൊടുത്ത് അവർ എടുപ്പിക്കുകയും ചെയ്യും. പക്ഷേ നമുക്കൊരാവശ്യം വന്നാൽ പലപ്പോഴും ഇവർ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ 1:30 വരെയൊക്കെ ആ സ്ഥലത്ത് നിന്നു എന്നുള്ളതാണ്. ഈ ഇരുട്ടത്ത് ആലോചിച്ച് നോക്കിയാൽ പുതിയൊരു വാഹനം എടുത്തിട്ട്, ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഹിൽ ഏരിയയിൽ വന്ന് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തെ പറ്റിയല്ല. ക്ലിഫ് പോലുള്ള സ്ഥലത്തൊക്കെ പറയുന്നത് ഏറ്റവും അടുത്തുള്ള ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ഒരു ടെക്നീഷ്യനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാഫിനെ കൃത്യമായി അയച്ചു കഴിഞ്ഞാൽ അവിടെ കൈകാര്യം ചെയ്യുന്ന കേസ് മാത്രമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സർവീസ് സെൻ്ററുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വള്ളി അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ചുമ്മാ നമ്മളെ അങ്ങ് തേച്ച് വിടത്തുള്ളൂ. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ പോകാൻ നേരം നമ്മൾ ചിരിച്ചും കളിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സർവീസ് സെൻ്ററുകളിലെ അഡ്വൈസർ ആണെന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും മാനേജർ ആണെന്നുണ്ടെങ്കിലും എല്ലാ ടീമും കൂടെ ചുമ്മാ അങ്ങ് തേച്ച് വിടത്തുള്ളൂ. നിങ്ങൾ അത്യാവശ്യം വള്ളിയായിട്ട് നിന്ന് നോക്ക്, നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അവിടെയൊക്കെ സർവീസ് കിട്ടും എന്നുള്ളതാണ് സത്യം. ഇവിടെ പല ആൾക്കാരും ഈ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എന്താ, ഈ കമ്പനി ഇങ്ങനെയാണെന്നാണ്. അങ്ങനെയല്ല, ആ ഷോറൂം മോശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു ഡീലേഴ്സാണ്. പല കമ്പനികളിലും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഡീലർമാരാവുന്നതാണ്. പിന്നെ ഇവർ തന്നെ കുറേ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഓടിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും പലർക്കും അറിയത്തില്ല. നിങ്ങളുടെ കയ്യിരിക്കുന്ന വാഹനം ഏതാണെന്ന് നോക്കുക. റോയൽ എൻഫീൽഡായിരിക്കാം, അല്ലെങ്കിൽ ഹോണ്ടയുടെ വാഹനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 4 വീലർ ആണെന്നുണ്ടെങ്കിൽ ടൊയോട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ എല്ലാം വെബ്സൈറ്റിൽ കയറാൻ നേരത്തെ ഇവരുടെ മെയിൽ IDs ഉണ്ട്. ഈ മെയിൽ ID നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ ഏത് ഷോറൂമിൽ നിന്നാണ് നമുക്ക് മോശം അനുഭവം ഉണ്ടായത്, ആരിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായതെന്ന് വ്യക്തമായ രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാഫ്, അതായത് കമ്പനിയുടെ സ്റ്റാഫ് നമ്മളെ വിളിക്കും. ഇത് ഓരോ കമ്പനികൾക്കും ഓരോ റീജിയൻ ബേസ് ASM TSM പോലുള്ള ഈ പോസ്റ്റുകളുണ്ട്. ഇപ്പം നമ്മൾ അവരെ അറിയിക്കണം നമ്മുടെ വാഹനങ്ങളുടെ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഈ ഷോറൂമും 4 വീലറോ 2 വീലറോ ഏതെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ കംപ്ലയിൻറ്റ് അവരെ അറിയിക്കണം. നമ്മൾ ഷോറൂമിൽ ചെല്ലാൻ നേരത്ത് വളരെ മോശമായ രീതിയിൽ അവർ പെരുമാറുന്നു. ചിലപ്പോൾ നമ്മൾ ചെല്ലാൻ നേരത്ത് ഈ വണ്ടി ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷേ തരാൻ പറ്റത്തില്ല, നാളെയാവും മറ്റന്നാളാവും എന്നൊക്കെ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യുന്നില്ല. നമ്മൾ ചെല്ലാൻ നേരത്ത് നമ്മൾ ചെറിയൊരു പാർട്സിന് കംപ്ലയിൻ്റ് ആയിട്ട് ചെന്നിട്ട് അത് മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞുന്ന ചില കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ പറയാം. അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾക്ക് എൻജിൻ സൈഡിൽ നിന്ന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഡയറക്റ്റ് പലപ്പോഴും കമ്പനി ഇത് അറിയിക്കാറില്ല? നമ്മൾ വന്ന് ഇവിടെ ഈ സർവീസ് സെൻ്ററിൽ വന്നിട്ട് സ്റ്റാഫിനോടാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ കറക്റ്റ് മെയിൽ അയച്ചു നോക്കും. എല്ലാ വെബ്സൈറ്റും കയറി നിങ്ങൾ എല്ലാ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അതിനകത്തെല്ലാം കമ്പനിയുടെ മെയിൽ ID ഉണ്ട്. അതിനകത്തേക്ക് മെയിൽ അയച്ചു കൊടുക്കുക. എന്താണ് വിഷയം, ഏത് സ്റ്റാഫിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായത് വ്യക്തമാക്കി അവിടെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓരോ ഷോറൂമിൽ നിന്നുള്ള ആൾക്കാർ നമ്മളെ വിളിക്കും, നമ്മുടെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്ത് തരും. ഇത് തന്നെയാണ് ഇവിടുത്തെ സംഭവം. ഈ മഹേന്ദ്ര പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ 10-20 ലക്ഷം രൂപ കൊടുത്തൊരു വാഹനം എടുത്തിട്ട് കംപ്ലയിൻറ്റ് റോഡ് കിടക്കാൻ നേരത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നുകൊണ്ട് കുറേ ആൾക്കാർ മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊരു വാഹനം എടുത്തിട്ട് നമ്മൾ റോഡ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: 8:30 തൊട്ട് 2 മണി വരെ അവിടെ നിന്ന് മനസ്സിനെ ആരും കാണാതെ പോകരുത്. ഒരു ടാർപ്പ വലിച്ച് മുകളിലിട്ട് ടാക്സി വിളിച്ച് വീട്ടിൽ പോകണം. രാവിലെ അറിയാവുന്ന ഒരു പണിക്കാരനെ പിന്നെന്തിനാ ഷോറൂം തുറന്നു വെച്ചിരിക്കുന്നത്? എന്തിനാണ് പിന്നെ സർവീസ് ടീം ഇരിക്കുന്നത്? അറിയാവുന്ന പണിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കണം, നന്നാക്കണം, അല്ലെങ്കിൽ കമ്പനി അറിയിക്കണം. വണ്ടി മേടിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ സഹോ എന്നുള്ള രീതിയിലാണ് ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അയാൾ ഒരു വാഹനത്തെ ചാരി നിൽക്കുന്ന ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. സ്വന്തം വാഹനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ആരുടെയോ വാഹനത്തിൽ ചിലപ്പോൾ ചാരി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ കമൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ 8:30 ആകുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ അവർ വരും, സർവീസ് ചെയ്യും, ക്ലിയർ ചെയ്യും. അതല്ലാതെ 1:30 വരെ നോക്കിയിരിക്കാൻ ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരും അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇതുപോലൊരു ബ്രാൻഡിൻ്റെ വണ്ടി റോഡിൽ കിടക്കാൻ നേരത്ത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് വേണ്ടത് ആ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊക്കെ നിൽക്കാൻ നേരത്ത് അതിന് ഒരു മുൻഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ വന്ന് ക്ലിയർ ചെയ്ത് വേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു വാഹനം എടുത്തിട്ട് നമ്മളെവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ വരാൻ നേരത്ത് ടാർപ്പായിട്ടിട്ട് ബസ്സിൽ കയറി, അല്ലെങ്കിൽ ലോറി കയറി, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാര് ഡയലോഗ് അടിക്കാനും വേണം, ഉളുപ്പില്ലായ്മ എന്നുള്ളതാണ്.
വണ്ടിയായാൽ പണി വരും, ഉടനെ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാതെ എന്നുള്ള രീതിയിലാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയായ പണിയൊക്കെ വരും, അതിനാണ് സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്ന് ക്ലിയർ ചെയ്തിട്ട്. വണ്ടി എടുത്തിട്ട് 3 മാസമേ ഉള്ളൂ. അത് ക്യാമറ എടുത്ത് അറിയിക്കേണ്ടവരെ അറിയിക്കുക തന്നെ. ഈ പോലുള്ള വിഷയങ്ങളിൽ സ്വന്തം അച്ഛൻ്റെ പേര് പോലും പേരിനോടൊപ്പം ചേർക്കാൻ പറ്റാതെ എവിടെ ഒളിച്ചിരുന്നുകൊണ്ട് അടിക്കുന്ന ഡയലോഗൊക്കെയാണ് ഇതുപോലെ പ്രൊഫൈലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കമൻറ്റ്, ഇത്രയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് നീ ഇത് എടുത്തത് എന്നുള്ളതാണ്. ഈ വാഹനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ താല്പര്യമാണ്. നമ്മൾ ഈ നാട്ടിൽ ഓരോ ബ്രാൻഡും ഇത് നാളെ കംപ്ലൈൻ്റ് ആണ്, ഇതിപ്പം ബ്രേക്ക് ഡൗൺ ആയി പോകും എന്ന് വിചാരിച്ചിട്ടൊന്നല്ല ആരും വാഹനം എടുക്കുന്നത്. നമ്മൾ വാഹനം എടുക്കാൻ നേരത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്. ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ ഇവിടെ പറയുന്നുള്ളൂ പ്രബുദ്ധർ 100% സാക്ഷരത, മണ്ണാങ്കട്ടെ ഏതമ്പലത്തിലാണ് പൂജിച്ചത് ആ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നോക്കുന്നുള്ള രീതിയിലാണ് ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോയിട്ട് അവരുടെ മതപരമായ രീതിയിൽ ചില ആൾക്കാർ നാരങ്ങയൊക്കെ വെച്ചിട്ട് വാഹനങ്ങളിൽ, അത് അവരുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അതല്ല ഈ വണ്ടി ഒരിക്കലും കംപ്ലൈൻ്റ് ആകില്ല എന്നുള്ള വിചാരിച്ചിട്ടൊന്നുമല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ട് മറ്റൊരാളുടെ ജീവൻ പോകരുത് എന്നൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് പല ആൾക്കാരും ഈ അമ്പലത്തിൽ പോയിട്ട് ഈ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് അതുപോലെ വെഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാക്കണം ഇവിടെ ബോധമില്ലാത്തവന്മാരെ. അടുത്ത ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഇക്വാലിറ്റി വേണമെന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നത്. നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ സ്ത്രീകൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവർ വണ്ടി തലയിൽ പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളത്. ഇപ്പോൾ ഇക്വാലിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പല വിഷയങ്ങളും. ഇതൊരു കംപ്ലൈൻറ്റ് പിടിച്ചിട്ട് വാഹനം കിടക്കാൻ നേരത്തെ അവിടെ വന്ന് ഇക്വാളിറ്റി എന്നൊക്കെ പറയാൻ എന്തൊന്ന് അവർ തലയിൽ പിടിച്ച് വണ്ടി ചുമന്നുകൊണ്ട് പോകണം. ഏതൊക്കെയാണ് ഈ പാഴുകളൊക്കെ പറയാം. ഒരു വാഹനം നമ്മൾ പുതിയതായിട്ട് എടുക്കുന്നത്. ഈ വാഹനം എടുക്കാൻ നേരത്തെ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ നേരത്തെ മനസ്സിലൊരു ടെൻഷനാണ്. എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാറൻറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വാഹനങ്ങൾ എന്ത് ചെയ്യും എന്ന ടെൻഷൻ. അതുകൊണ്ടാണ് ആൾക്കാർ പുതിയ വാഹനം എടുക്കുന്നത്. പുതിയ വണ്ടി എടുത്തിട്ട് 3 മാസത്തിനുള്ളിൽ എടുത്ത വണ്ടി ഒരിടത്ത് രാത്രി പോകാൻ നേരത്ത് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. അതും ടൗണിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇടുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല അടുത്ത സർവീസ് സെൻ്ററുകളിലുള്ള ആൾക്കാർ. ഒരു സ്ത്രീ ഉൾപ്പെടെ പല ആൾക്കാർ അവിടെ രാത്രി 1 മണി വരെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനൊരു വാർത്ത വരാൻ നേരത്ത്, ഇങ്ങനൊരു വീഡിയോ വരാൻ നേരത്ത് നമ്മളെന്താ ചെയ്യേണ്ടത്? അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതല്ലാതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അമ്പലത്തിൽ പൂജനെ പറ്റി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ വണ്ടി മൂടിയിട്ടിട്ട് ഓട്ടോ വിളിച്ച് ടാക്സി വിളിച്ച് പോകണമെന്ന് പറയുക. പിന്നെ പുതിയ വണ്ടി എടുത്തിട്ട് ടാക്സി വിളിച്ചിട്ട് പോകാനിരിക്കുകയല്ലേ ആൾക്കാർ. ഇതുപോലുള്ള വേട്ടാവളിയന്മാരുടെ കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു മെയിൽ ഐ ഡി കാണാം. ഈ മെയിൽ ഐ ഡി കാരണം കൃത്യമായ രീതിയിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള മറുപടി കിട്ടും. ഇത് പലർക്കും അറിയത്തില്ല. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ വിളിച്ച് അടുത്ത മാനേജർ സംസാരിക്കും. അവരവിടുത്തെ തൊഴിലാളികളാണ്, ഒരു ബ്രാഞ്ച് മാത്രമാണ്. ഇതൊന്നും അല്ലാതെ ഈ ബ്രാൻഡിൻ്റെ ആൾക്കാരാണ്. ഈ ബ്രാൻഡിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ ഐ ഡി ഉണ്ട്. നിങ്ങൾ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ വള്ളിയായിട്ട് നിൽക്കുന്നത് തന്നെ നല്ലത്. മുമ്പ് ചിരിക്കും കളിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ തേച്ചം കിടും. പലതരത്തിലുള്ള ഈ ആഡ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്ന പല കലാപരിപാടിയുണ്ട്. ഇപ്പം ടഫ്ലം കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആർട്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മഹാ പേയ്മെൻറ്റ് അഴിച്ചു മാറ്റുന്ന ഒരു കമ്പനിയുടെ പരിപാടിയാണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ വള്ളിയായിട്ട് നിന്ന് നോക്ക്. ഏറ്റവും അടിപൊളി സർവീസ് നിങ്ങൾക്ക് ഷോറൂമുകളിൽ നിന്ന് കിട്ടും. 2 വീലർ ആണെങ്കിൽ 4 വീലർ വള്ളിയായി നിൽക്കുക. വള്ളിയെന്ന് ഉദ്ദേശിച്ച് മനസ്സിലായോ? ചൊറിയായിട്ടൊക്കെ നിന്നാൽ മതി. കണ്ടത് ഇപ്പോൾ പാർട്സ് മാറാൻ നേരത്തൊക്കെ ഇൻസെൻറ്റീവ് ഉണ്ടെന്ന് ഒരു സർവീസിന് വരാൻ നേരം. അപ്പോൾ കൃത്യമായ രീതിയിൽ വരാൻ നേരത്ത് നിങ്ങൾ ചോദിക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇത് കംപ്ലൈൻ്റ് ആയത്? വണ്ടി ഇത്ര കിലോമീറ്ററേ ഉള്ളൂ, എന്തുകൊണ്ട് സംഭവിച്ചു? വ്യക്തമായി ചോദിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഒരു വള്ളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടും. ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ സർവീസ് കിട്ടും. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ്, അതായത് ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ബ്രാൻഡ് കമൻറ്റ് ചെയ്യുക. ഏറ്റവും മോശപ്പെട്ട ഒരു ബ്രാൻഡ്, ഏറ്റവും മോശം നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത് വെച്ച് ഒരു 2 വീലർ ആവട്ടെ 4 വീലർ ആവട്ടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സർവീസും കിട്ടാത്ത ഏറ്റവും കച്ചറ ബ്രാൻഡ് ഏത് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യണം.